ഇത് പീച്ചാണ്. ഇത് സാധാരണ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫ്രൂട്ടാണ്. നന്നായിട്ട് ഇത്തവണ ഈ വർഷം ഇതിനകത്ത് കായ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ നന്നായിട്ടുണ്ട്. നല്ല മധുരമാണ് ഇതിന് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും. ഇത് ജാം ഉണ്ടാക്കാം നമുക്ക്. അതുപോലെ തന്നെ ആപ്പിൾ പൈ പോലെ തന്നെ പീച്ചിൻ്റെ പൈ ഉണ്ടാക്കാം. പിന്നെ വൈനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിറയെ അണ്ണാറക്കണ്ണന്മാരുണ്ട്. അവർ വന്ന് ഇത് നന്നായിട്ട് തിന്നുകൊണ്ട് പോകും ഇതൊക്കെ. പക്ഷേ ഇത്തവണ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ചെറിയ ചെടിയാണ്, അധികം വലുതോ ആകുമൊന്നുമില്ല. ചെറിയ ചെടിയാണ്, പക്ഷെ നന്നായിട്ട് കായ ഉണ്ടാവും. ഇത് ഗ്രീൻ ആപ്പിളാണ്. ഇത് നമ്മൾ വാങ്ങി വെച്ച തൈയാണ്. കുറേയൊക്കെ ഉണ്ടാകാറുണ്ട്, എല്ലാ വർഷവും ഉണ്ടാകും. ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നിറയെ കിളികളും ഈ അണ്ണാറക്കണ്ണനും ഒക്കെ വന്ന് ഇത് തിന്നുകൊണ്ട് പോകും. പിന്നെ കുറച്ച് മാത്രമേ നമുക്ക് പഴുത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വലയിടുക, ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലേ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നും ഇതിലും നല്ലത് നമുക്ക് വാങ്ങി കഴിക്കുന്നതായ എളുപ്പമെന്ന്. പക്ഷേ ഒരു ഇഷ്ടം കൊണ്ട് ഇങ്ങനെ നമ്മൾ വളർത്തുന്നതാണ്. റെഡ് ആപ്പിളാണ്, ഫിജി ആപ്പിളായത്. ഇതും നമ്മൾ തൈ വാങ്ങി വെച്ചതാണ്. ഇതിനകത്ത് നിറച്ച് ഇത്തവണ കായ്ച്ചിട്ടുണ്ട്. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ നട്ടതിന് പിന്നെ കായ്ച്ചിരിക്കുന്നത്. ഇതിൻ്റെ പൂക്കൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല പിങ്ക് കളറ്, പിങ്കും വൈറ്റും ആയിട്ടുള്ള പൂക്കൾ ആദ്യം ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അത് കഴിഞ്ഞത് ഇതിൻ്റെ കായൊക്കെ പിടിക്കുന്നത് കുറേയൊക്കെ കൊഴിഞ്ഞു പോകും, എന്നാലും കുറേയൊക്കെ നമുക്ക് കിട്ടും. ഇത് ഫിഗാണ്. ഫിഗ് നന്നായിട്ടുണ്ടാകും, നിറയെ കായ ഉണ്ടാവും. ഈ 2 തൈയാണ്, പക്ഷെ ഒത്തിരി ബ്രാഞ്ചസ് ഇങ്ങനെ വളരെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ടാവും. ഉണ്ടായിക്കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ട് വരും. നിറച്ച് കായും ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതിന് പ്രശ്നങ്ങളൊന്നുമില്ല, കേടുകളൊന്നും വരില്ല. അങ്ങനെ നമുക്ക് വലിയ മെയിൻ്റനൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നിന്ന് വളർന്നോളും. പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളത് പൊട്ടിച്ചെടുക്കും. ഇത് മൾബറിയാണ്. മൾബറി വലിയ മരമാണ്. ഇത് നിറയെ കായ ഉണ്ടാവും, നിറച്ച് കായാണ്. അതിൽ നിറയെ കിളികൾ എല്ലാ ദിവസവും വന്ന് ഇത് മുഴുവനും തിന്നും. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് വളരെ എന്താ പറയുക, ന്യൂട്രീഷ്യസ് ആണ് ഇത് കഴിക്കുന്നത്. ചൈനക്കാർ അങ്ങനെയുള്ളവരൊക്കെ ഇത് ഒട്ടും കളയില്ല, അവരത് ഉപയോഗിക്കും. നല്ല ഫ്രൂട്ടാണ്. പിന്നെ ഞങ്ങൾ അതിനകത്ത് ഒരു കിളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിറയെ അരിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അവർ വന്നിരുന്ന് തിന്നുകൊണ്ട് പൊക്കോളും. അത് ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. ഇഷ്ടംപോലെ കിളി വരും എല്ലാ ദിവസവും ഇത് തിന്നാനായിട്ട്. പല കളറിലുള്ള കിളികളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് മുന്തിരി. ഇത് ഇപ്പം നന്നായിട്ട് തവണ കായ്ച്ച് നിൽക്കുകയാണ്. എല്ലായിടത്തും കായകളുണ്ട്. ഇതിൻ്റെ നിറച്ചുണ്ടാവും ആയിട്ടുണ്ട്. ഇത് സീഡുള്ള മുന്തിരിയാണ്. നല്ല മധുരമാണ്, സീഡുള്ള മുന്തിരിയാണ്. പിന്നെ ഇത് വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇല മുഴുവനും കൊഴിഞ്ഞു പോയിട്ട് വെറും ഇങ്ങനെ എന്താ പറയുക, മരപ്പുള്ളിയൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് സമ്മർ ആകുമ്പോൾ പെട്ടെന്ന് ബ്ലൂം ചെയ്തിട്ട് ഇതെല്ലാം കായ്കളായിട്ട് പിടിക്കും. പിന്നെ കുറേയൊക്കെ കിളിയൊക്കെ കൊത്തി തിന്നുകൊണ്ട് പോകും. എന്നാലും ഇത് നന്നായിട്ട് എല്ലാ വർഷവും തന്നെ
നന്നായി കായ് തരാറുണ്ട്. ഇത് കുറച്ച് വേപ്പുണ്ട് എനിക്കിവിടെ. കാരണം വേപ്പിൽ നമുക്ക് ഭയങ്കര വിലയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യക്കാരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെ ഒക്കെ വീട്ടിൽ ഒരു വേപ്പ് ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് ഈ വർഷം വിൻ്റർ ഭയങ്കര കൂടുതലായിരുന്നതുകൊണ്ട് 5-6 ചെടിയും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം കേടായിപ്പോയി. അത് കഴിഞ്ഞിട്ട് കിട്ടിയ ബാക്കിയുള്ള ചെടികളാണിതിൽ. ഇതെല്ലാം ചട്ടിയിൽ നിർത്തുന്നത് നമ്മൾ വിൻ്ററിൽ വീടിനകത്തെടുത്ത് വയ്ക്കും. സമ്മറിൽ മാത്രം നമ്മളിത് പുറത്ത് വയ്ക്കുകയുള്ളൂ. ആ ഒരു സമയത്ത് ഇത് വളരുള്ളൂ. അപ്പോൾ നമ്മൾ ഒഴിച്ചൊഴിച്ച് അതിനെ ക്രോപ്പ് ചെയ്ത് നിർത്തുകയാണ് പതിവ്. ഇത്തവണ കുറവായിപ്പോയി. ഇതിൽ ഒത്തിരി കൂടുതലുണ്ടായിരുന്നു. കോവല് ഇപ്പോൾ എനിക്കിതൊരു എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ 2 വർഷമായി ഇത് കയ്യിൽ കിട്ടിയിട്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ സമ്മറിൽ പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് വളർന്ന് കുറേയധികം കോവൽ നമുക്ക് കിട്ടിയായിരുന്നു. ഈ വർഷം ഇതിൻ്റെ വളർച്ചയൊക്കെ കുറഞ്ഞ് നിൽക്കുകയാണിത്. പിന്നെ നിറയെ തക്കാളി ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ പയറുണ്ട്, മിൻറ്റ്. നമുക്കിവിടെ മിൻറ്റിനൊക്കെ നല്ല വില കൊടുക്കണം. അപ്പം മിൻറ്റ് കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ലെമൺ ബാം എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അത് നമ്മുടെ ഗട്ട് പ്രോബ്ലമിനൊക്കെ നല്ലതാണ്. സ്ട്രെസ്സ് കുറയുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ കൂടുതലായിട്ട് നന്നായി ഉണ്ടാകുന്ന 2 ചെടികളാണ് ഈ മത്തയും കുമ്പളവും. നന്നായിട്ട് വലിയ കായ നമുക്ക് കിട്ടാറുണ്ട് സാധാരണഗതിയിൽ. അപ്പോൾ അതൊക്കെ തവണ ഒരു വെതറിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് സ്ലോ ആയിരിക്കും ഇപ്പോൾ തവണ. വാഴ വേണം. ഇവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു ഒരു ആമ. നല്ല കളറുള്ള വരയൊക്കെയുള്ള ഒരു ആമ കുറേ നാളുകൾ നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരും, പോവും. അങ്ങനെയാണ്. ഭക്ഷണം വന്ന് കഴിക്കും. പഴമൊക്കെ ഇട്ട് കൊടുത്താൽ അത് തിന്നുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ നല്ല ഒരു നമ്മളെയൊന്നും പേടിയില്ലാതെ നമ്മൾ ഇണങ്ങി നിൽക്കുന്ന ഒരു ആമ ഇവിടെയുണ്ട് സ്ഥിരമായിട്ട്. പിന്നെ മുയൽ വരും, ധാരാളം മാന് ഇവിടെ വരും. ഫ്രണ്ടിൽ മുഴുവനും മാൻ എപ്പോഴും എല്ലാ രാത്രി എന്ന് പറയണ പോലെ വരും. അതൊക്കെ വരും. പിന്നെ കിളികൾ ഇഷ്ടം പോലെ. രാവിലെ നമ്മൾ ഡോറ് തുറന്നാൽ ഭയങ്കര കിളികളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അത് പല കളറിലുള്ള കിളികളൊക്കെ നമുക്ക് എന്നും കാണാം ഇവിടെ. കിളികൾ നമ്മളെ കണ്ടാൽ അങ്ങനെ ഓടിപ്പോവുകയൊന്നും ചെയ്യില്ല. അവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. നമ്മളങ്ങനെ സ്ഥിരം കാണുന്ന കാരണം കൊണ്ട് പല കളറിലുള്ള കിളികൾ റൂമിൻ്റെ അടുത്ത് വന്ന് അരിയൊക്കെ കഴിച്ച് തിന്ന് പോവും. പിന്നെ അതുപോലെ അണ്ണാറക്കണ്ണൻ കണ്ടമാതിരി ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ മാതിരി 3 വരയില്ലാത്ത അണ്ണാറക്കണ്ണനാണ്. നല്ല ഭംഗിയുള്ള നല്ല തടിച്ച് കൊഴുത്ത അണ്ണാറക്കണ്ണൻ. ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ സ്ഥിരം ഇട്ട് കൊടുക്കും. കപ്പലണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഒത്തിരി തരം ജീവികൾ ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ചെടികൾ, ഒത്തിരി തരം ചെടികൾ, ഫ്രൂട്ട്സ്. പിന്നെ വീടിനോട് ചേർന്ന് നല്ലൊരു കാടാണ്, നല്ലൊരു ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെയും തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. ഇവിടെ ആരും മരങ്ങളൊന്നും മുറിക്കാത്ത കാരണം കടമാതിരി മരങ്ങളുണ്ട്. ഇവിടുത്തെ വീടുകളാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ മാതിരി അധികം ഹൈറ്റുള്ള വീടുകളൊന്നും ഇവിടെ ഇല്ല. എല്ലാം ഒരേ രീതിയിലുള്ള വീടുകളായിരിക്കും. ഫ്രണ്ടിൽ നമ്മുടെ സ്ഥലത്ത് നമുക്ക് ഇത്ര ദൂരം പുല്ല് പിടിപ്പിക്കണമെന്ന് നിയമമുണ്ട്. അത് 2 ആഴ്ചകളിൽ ഒരിക്കൽ വെട്ടി നിർത്തി സ്വന്തമായിട്ട് വെട്ടി നിർത്തണം, അല്ലെങ്കിൽ ഗവൺമെൻറ് വന്ന് ഫൈൻ അടയ്ക്കും. അങ്ങനെ ഒത്തിരി വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഏരിയയാണ്.